കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന്റെയും ഫാസിസ്റ്റ് നാസി കക്ഷികളുടെയും പ്രവർത്തനത്തിന്റെ സ്വഭാവം ഒന്നു തന്നെയായിരുന്നു, ഒരേ മുഖമുദ്രയായിരുന്നു ഈ മൂന്ന് പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ഇവരുടെ പൊതുവായ മുഖമുദ്ര? ലിക്വിഡേഷനും റെജിമെന്റേഷനുമായിരുന്നു. ഉന്മൂലനവും സൈനികവൽക്കരണവുമായിരുന്നു മുസോളിനി നടത്തിയത്. ഉന്മൂലനവും സൈനികവൽക്കരണവുമായിരുന്നു ഹിറ്റ്ലർ നടത്തിയത്. ഉന്മൂലനവും സൈനികവൽക്കരണവും തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെവിടെയും നടത്തിയിരുന്നത്. രാഷ്ട്രീയത്തെ സൈനികവൽക്കരിച്ചുകൊണ്ട് തുടക്കത്തിലും സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒടുവിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു. ഇത് തന്നെയായിരുന്നില്ലേ മുസോളിനിയും ചെയ്തത്? മുസോളിനിയുടെ കയ്യിൽ അധികാരം കിട്ടുന്നതിന് മുമ്പ് ഫാസിസ്റ്റ് കക്ഷിയെ മുസോളിനി സൈനികവൽക്കരിച്ചു. സൈനികവൽക്കരിച്ച രാഷ്ട്രീയത്തെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലേറിയതിനു ശേഷം സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിച്ചു. ഇതായിരുന്നു ഹിറ്റ്ലർ ജർമ്മനിയിലും ചെയ്തത്. ഹിറ്റ്ലർ നാസി കക്ഷിയെ ആദ്യം സൈനികവൽക്കരിച്ചു. സൈനികവൽക്കരിച്ച രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിലേറിയതിനു ശേഷം സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിച്ചു. രാഷ്ട്രീയത്തെ സൈനികവൽക്കരിച്ചുകൊണ്ടും സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടും മുസോളിനിയും ഹിറ്റ്ലറും നടത്തിയിരുന്ന ഉന്മൂലന പ്രക്രിയകൾ എന്തായിരുന്നുവോ അത് തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നടത്തിയിരുന്നത് എന്നുള്ളത് ആ നാടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിന്റെ വിശദാംശങ്ങളെ തൽക്കാലം ഞാൻ ഒഴിവാക്കുന്നു. കാരണം ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ലോക ജനതയ്ക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണിത്. സ്വന്തം രാജ്യത്ത് 375 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറി വന്ന കെറൻസ്കിക്കും അദ്ദേഹത്തിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഭരിക്കാൻ കഴിഞ്ഞല്ല സോവിയറ്റ് റഷ്യയിൽ. ലെനിൻ അധികാരത്തിലിരിക്കുന്നു. ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ള പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് കുതികാൽ വെട്ടിലൂടെ അലക്സാണ്ടർ കെറൻസ്കിയെ അധികാരഭ്രഷ്ടനാക്കി ലെനിൻ അധികാരത്തിലിരിക്കുന്നു. ആകെ നടന്നിരുന്ന വോട്ടെടുപ്പിൽ 75% വോട്ടർമാർ കെറൻസ്കിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. 570 സീറ്റുകളിൽ 375 കെറൻസ്കിയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും കൈവശപ്പെടുത്തുന്നു. പക്ഷേ 375 സീറ്റ് നേടിയിരുന്ന കക്ഷിക്ക് ഭരിക്കാൻ സാധിച്ചില്ല. 100-ൽ പരം സീറ്റ് കിട്ടിയ കക്ഷി ഭരിക്കുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? ഇത് സംഭവിച്ചത് നമുക്കറിയാം. 1918 ജനുവരി മാസം 18-ാം തീയതി ജയിച്ചു വന്നവരുടെ പാർലമെന്റ് സോവിയറ്റ് റഷ്യയിൽ ക്രെംലിനിൽ നടന്നുകൊണ്ടിരിക്കെ രാഷ്ട്രീയത്തെ സൈനികവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെയാണ് ചെമ്പട എന്ന് വിളിച്ചു പോന്നതും പോരുന്നതും. ഈ ചെമ്പടയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ചെമ്പട ഇരച്ചു കയറി ജയിച്ചു വന്ന 375 പാർലമെന്റ് മെമ്പർമാരെ വലിച്ചു പുറത്തിട്ട് വെടിവെച്ചു കൊന്നുകൊണ്ടായിരുന്നില്ലേ ബോൾഷെവിക് പാർട്ടിയുടെ അധികാരത്തിന്റെ അരങ്ങേറ്റം സോവിയറ്റ് റഷ്യയിൽ നടന്നത്? ഞാൻ പറഞ്ഞു വന്നത്, അധികാരത്തിനു മുമ്പ് രാഷ്ട്രീയത്തെ സൈനികവൽക്കരിച്ചതിന്റെ ചരിത്രവും പാരമ്പര്യവും ആരെവിടെ വെച്ച് ആരംഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി കണ്ടെത്താൻ നാം ശ്രമിക്കുമ്പോൾ സോവിയറ്റ് റഷ്യയിൽ ബോൾഷെവിക് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു. സോവിയറ്റ് റഷ്യയിൽ ബോൾഷെവിക് പാർട്ടിയും ലെനിനും ചേർന്നായിരുന്നു ജയിച്ചു വന്ന 375 പാർലമെന്റ് മെമ്പർമാരെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ വലിച്ചു പുറത്തിട്ട് വെടിവെച്ചുകൊണ്ട് അധികാരം കൈയടക്കാനുള്ള ശ്രമം നടത്തിയതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. ഇത് തന്നെയായിരുന്നു ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സംഭവിച്ചത് എന്നതുകൊണ്ടായിരുന്നു ഇത്ര ശക്തവും രൂക്ഷവുമായ തിരിച്ചടി കമ്മ്യൂണിസത്തിന് നേരിടേണ്ടി വന്നത് എന്ന് വിളിച്ചത്. എന്നാൽ സോഷ്യലിസ്റ്റ് സമൂഹങ്ങൾ പുരോഗമിച്ചത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് എന്ന സാമൂഹ്യ ക്രമത്തിലേക്കായിരുന്നില്ല. ലോക ജനതയ്ക്ക് ഒരു പുതിയ വാക്ക് അവർ സംഭാവനയായി നൽകി. 4-ാം ലോക സമൂഹം എന്ന ഒരു പുതിയ വാക്ക്. ഈ 4-ാം ലോക സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, നരകതുല്യമായ ജീവിതത്തിന്റെ ആഴങ്ങളെ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4-ാം ലോകത്തിന്റെ കിളിവാതിലിലൂടെ തുടങ്ങിയ പഠനങ്ങളിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു. ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. 2 സുഹൃത്തുക്കൾ നടന്നു പോകുമ്പോൾ വിശപ്പടക്കാൻ വേണ്ടി സുഹൃത്ത് മറ്റവനെ കുത്തിക്കൊല്ലുന്നു. റഷ്യയിലും വിവിധ സോവിയറ്റുകളിലും പുറ യൂറോപ്യൻ നാടുകളിലുമെന്ന് 4-ാം ലോകത്തിന്റെ കിളിവാതിലിലൂടെ നടന്ന പഠനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി. സ്വന്തം അമ്മമാർ പെൺമക്കളെ വെച്ച് വേശ്യാലയങ്ങൾ നടത്തുന്നു. ആഴ്ചകളോളം കാത്തിരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി സോവിയറ്റ് റഷ്യയിലും വിവിധ സോവിയറ്റുകളിലും പുറ യൂറോപ്യൻ നാടുകളിലും എന്ന് സോഷ്യലിസത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ സംഭാവന ഇവിടെ നാം കാണുന്നത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് എന്ന അവസ്ഥയിലേക്കായിരുന്നോ പുരോഗമിച്ചത്? ആണോ പുരോഗമിച്ചത്? അതോ ഓരോരുത്തരും നരകതുല്യമായ ജീവിതത്തിലേക്ക്? ഇവിടെ
സോവിയറ്റ് റഷ്യയിൽ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഗോർബച്ചോവ് പറഞ്ഞിരുന്ന ചില വാചകങ്ങൾ ഓർത്തു പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് യാഥാസ്ഥിതികർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നിന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു കമ്മ്യൂണിസത്തിന്റെ അന്തകനാണ് ഗോർബച്ചേവ് എന്ന്. ഗോർബച്ചേവ് പറഞ്ഞു, പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും പേരിൽ, ഒരു നേരത്തെ ആഹാരത്തിന്റെയും കണ്ണീരിന്റെയും പേരിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുർഗതി നമുക്ക് നേരിടുകയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം അനുബന്ധം എന്ന നിലയ്ക്ക് കൂട്ടിച്ചേർത്തു, പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ പൊളിഞ്ഞു വീഴുമായിരുന്നു എന്ന്. ഗ്ലാസ്നോസ്റ്റിലൂടെ പെരിസ്ട്രോയിക്കയിലൂടെ പഴയ സോവിയറ്റ് യൂണിയനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ പൊളിഞ്ഞു വീഴുമായിരുന്നു, യാതൊരു സംശയവും അതിലില്ല എന്ന്. ഇവിടെയാണ് സോഷ്യലിസ്റ്റ് സമൂഹം എന്ന നിലയ്ക്ക് അറിയപ്പെട്ടു പോന്നിരുന്ന സമൂഹത്തിന്റെ ദുർഗതിയെക്കുറിച്ച് നാം ഓർത്തുപോകുന്നത്. കമ്മ്യൂണിസത്തിന്റെ സംഭാവന എന്ത് ലോകരാജ്യങ്ങൾക്ക്? കമ്മ്യൂണിസത്തിന്റെ സംഭാവനയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മാർഗമില്ലാതെ മക്കളെ വിൽക്കുന്ന കാഴ്ച ഈ നാടുകളിൽ ഉണ്ടായെങ്കിൽ ആ കടുത്ത നരകതുല്യമായ ജീവിതത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക ജനതയ്ക്ക് സംഭാവന ചെയ്തത്. കമ്മ്യൂണിസത്തിന്റെ നേട്ടം, കമ്മ്യൂണിസം ലോക ജനതയ്ക്ക് ചെയ്ത സംഭാവന എന്ത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ പേരിൽ കാണുന്ന ബാക്കി പത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നത് ഈ നരകതുല്യമായ ജീവിതമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. ഇവിടെയാണ് ചരിത്രപരമായ ഭൗതികവാദം എന്നത് ഒരു വിഡ്ഢിത്തമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ചെന്ന സാമൂഹ്യ ക്രമത്തിലേക്കായിരുന്നു പുരോഗമിക്കേണ്ടത്. പക്ഷേ സംഭവിച്ചത് അതല്ല. സംഭവിച്ചത് കമ്മ്യൂണിസ്റ്റുകളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രിമിറ്റീവിസത്തിലേക്കായിരുന്നു പുരോഗമിച്ചത്. പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രാകൃതത്വത്തിലേക്കായിരുന്നു പുരോഗമിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രാകൃതത്വമാണ് അവർക്ക് ഈ ജീവിതം സംഭാവന ചെയ്തത്. പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് പുരോഗമിച്ച് വിവിധ ഘട്ടങ്ങളിലൂടെ പടികൾ കയറി കമ്മ്യൂണിസത്തിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ ഒരു തരത്തിൽ അത് യാഥാർത്ഥ്യമായി. പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് പുരോഗമിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രിമിറ്റീവിസത്തിലെത്തി അവസാനിച്ചു. ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ പമ്പര വിഡിത്തം. മാത്രമല്ല നമുക്കറിയാം, കാർൽ മാർക്സ് അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ അവതരിപ്പിച്ചിരുന്ന സമയത്ത് പ്രഖ്യാപിച്ചു, ലോക സമൂഹം ഇന്ന് രണ്ട് ഗംഭീര ശത്രുവർഗങ്ങളായി പരിണമിച്ചിരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്നത്തെ ലോക സമൂഹത്തിന്റെ സവിശേഷത രണ്ട് ഗംഭീര ശത്രുപാളയങ്ങളിലായി ധ്രുവീകരിച്ചു നിൽക്കുന്നു ലോക ജനത. എണ്ണത്തിൽ കുറവുള്ള ബൂർഷാവർഗവും അസംതൃപ്തി കൈമുതലായിട്ടുള്ള അസംതൃപ്തരായ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി വർഗവും ഈ രണ്ട് വർഗങ്ങളായി ധ്രുവീകരിച്ചു നിൽക്കുന്നു ലോക ജനത. ലോക ജനതയെ, അസംതൃപ്തരായ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത വർഗം, ആ മുതലാളിത്ത വർഗത്തിന്റെ കൂടെ മൂത്തു പഴുത്തു പാകമായ മുതലാളി സമൂഹങ്ങളുണ്ട്. ആ മുതലാളിത്ത സമൂഹങ്ങളിലായിരിക്കും ആദ്യത്തെ വിപ്ലവം നടക്കുക എന്ന് മാർക്സ് പ്രവചിച്ചു. പക്ഷേ അദ്ദേഹം പ്രവചിച്ച ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും അമേരിക്കയിലും ഒന്നും ഈ പ്രവചനം നടന്ന് 150 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും കമ്മ്യൂണിസം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടതിന് ശേഷവും വിപ്ലവം നടന്നില്ല എന്ന് മാത്രമല്ല, വിപ്ലവം വിദൂര ഭാവിയിൽ എപ്പോഴെങ്കിലും നടക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സൂചന പോലും ആ നാടിൽ അവശേഷിക്കാത്ത ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ബോധ്യപ്പെടുന്നു, ചരിത്രപരമായ ഭൗതികവാദം പിന്തിരിപ്പനും പഴഞ്ചനും അന്ധവിശ്വാസവുമായിരുന്നു എന്ന്.